എല്ലാവർക്കും മാംസവേദിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് അടിപൊളി പലാവ് ഉണ്ടാക്കാൻ പോവാണ്. അത് ചീരയുടെ ഇല മാത്രമായിട്ട്, വേറെ പച്ചക്കറി ഐറ്റംസ് ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാൻ ഇന്ന് ഈ ചീര കൊണ്ട് പലാവ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടാ. അപ്പൊ ഇത് നമ്മുടെ പച്ചച്ചീരയാണ്. ഇത് ഉലുവച്ചീര. ഇതിന് ഭയങ്കര റേറ്റ് അവിടെ. ഉലുവയുടെ ഇലയാണ്. 2 കെട്ടുള്ളൂ, ബാക്കിയൊക്കെ പച്ചച്ചീരയാണ്. അപ്പോൾ ഇതൊക്കെ നല്ല വൃത്തിയാക്കി കഴുകി എടുത്ത് അരിഞ്ഞ് പലാവ് ഉണ്ടാക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂണ് ജീരകം, വലിയ ജീരകം കേട്ടോ. 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ ഒരു തരി മുളക് പൊടിയുള്ളൂ, ഒരു പിഞ്ച് മുളക് പൊടിയുള്ളൂ. അത് എരിവ് അധികം വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഒരു ഏലക്ക, പിന്നെ ചെറിയൊരു കഷ്ണം പട്ട, പിന്നെ ഒരു 5 ഗ്രാമ്പ്, ഒരു 1/4 ടീസ്പൂണ് ഇല്ല മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെള്ളുള്ളിയും കൂടി ചതച്ചതാണ്. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഓയിലായാലും വെളിച്ചെണ്ണയായാലും അതിലൊന്നും ഇങ്ങനെ ഉണ്ടാക്കിയാൽ വറവായി വരുമ്പോൾ നല്ല കളറ് കിട്ടും നമുക്ക്. ചോറിനൊക്കെ നമ്മൾ കളറ് വേറെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി മഞ്ഞൾപ്പൊടി. ഒരു സവാള അരിഞ്ഞതാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കട്ടെ. ഇപ്പം നമ്മുടെ സവാളയൊക്കെ വഴങ്ങുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം 8 കുരുമുളക് പൊടി ചേർക്കണം. നമുക്ക് 1 ടീസ്പൂൺ പശുനെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ പശുനെയ്യ് ഇതിലൊന്ന് ആ നെയ്യ് നല്ല പോലെ ഒന്ന് ചൂടാവണം. വെടിഞ്ഞ മണം വരുമല്ലോ പശുനെയ്യിലെ. നമുക്ക് ചോറ് ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയി. നമുക്ക് അരി ഇട്ട് കൊടുക്കട്ടെ. അപ്പൊ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് കരിയൊന്ന് അതിൽ കിടന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ചീര ഇട്ടോളൂ ഇതില്. ഞാൻ അപ്പൊ കാണിച്ചെന്ന് ചീരയാണ് അരിഞ്ഞത്. ഒരു സവാള ഇതിലരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഞാൻ വേറെ പച്ചക്കറികളൊന്നും ഇടണില്ല, വെറും ചീര മാത്രം. ചീര വൃത്തിയാക്കി എടുക്കണ ഒരു ബുദ്ധിമുട്ടുള്ളൂ. മിക്സ് ചെയ്യണം. കൂടി ഒന്ന് വഴറ്റാം. ഇനി വേറൊരു പച്ചക്കറി ഇട്ടിട്ടില്ല, സവാള മാത്രം. നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ പാത്രത്തിലാണല്ലോ അരി എടുത്തത്. അപ്പൊ അത് പാത്രത്തിൽ ഒരു 2 പാത്രം, എന്താണെന്ന് വെച്ചാല് ചീരയിൽ വെള്ളം ഉണ്ടാവും. 2 പാത്രം വെള്ളം മതി കേട്ടോ. ലേശം ഉപ്പ് നോക്കി നോക്കട്ടെ. കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കൊടുക്കണ്ട് ഇതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറുനാരങ്ങ ഒഴിക്കുമ്പോൾ ഞാൻ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാൻ പോവാണേ. ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാൻ കാരണം ഉപ്പ് ലേശം കൂടുതലുണ്ടാകും കേട്ടോ. നമുക്ക് മൂടി വയ്ക്കാം. 2 വിസിൽ മതി. നമുക്ക് ഓഫാക്കാം. ഒരു വിസിൽ ഞാൻ ഓഫാക്കാണേ. നമുക്ക് തുറക്കട്ടെ. അപ്പം നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാത്രത്തിൽ വറുക്കട്ടെ. അപ്പം നമ്മുടെ പലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.